അപ്പൊ ഈ കൈ ഇങ്ങനെ സൈഡ് സൈഡ് വരുന്നതും ആളെന്റെ ബ്രസ്റ്റിലേക്ക് കയറി പ്രസ് ചെയ്ത് പിടിക്കുന്നതും ഒപ്പായിരുന്നു. അപ്പൊ ആള് സൈഡ് എന്ന് പറയുന്നതും ആള് പെട്ടെന്ന് എന്റെ ബ്രസ്റ്റിലേക്ക് കയറി പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഈ കൈ വെച്ച് ഞാൻ ആളെ പിടിച്ച് പിടിച്ചിട്ട് ഞാൻ കൈ ഇങ്ങനെ തിരിച്ച് ഞാൻ ആളെ ബാക്കിലേക്ക് നിർത്തി. എന്നിട്ട് ഞാൻ നല്ല സൗണ്ട് ഉണ്ടാക്കി. വീഡിയോ എടുത്ത് ആ ടൈമിൽ തിരക്കിനിടയ്ക്ക് എങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റി? അത്രയും അങ്ങനെ ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ എങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റി? ഈ സാധനം സീ ആളെ പിടിക്കാൻ വരുമ്പോ ഞാൻ ഈ പിടിക്ക് ഞാൻ വീഡിയോ എടുക്കണ്ടേ, ഈ വന്ന് പിടിക്ക്, എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാം. ഇതല്ല ഉണ്ടാവണ്. ഹലോ, ഇപ്പം കോമൺ ആയിട്ട് എവിടെ നോക്കിയാലും കേൾക്കുന്ന ഒരു പരട്ട തന്തയില്ലാത്ത പരിപാടിയാണ് ഈ ബസ്സിലാണേലും ട്രെയിനിലാണേലും പോകുന്ന പെൺപിള്ളേരെ കയറി പിടിക്കുക എന്നുള്ളത്. ഇവൻ്റെയൊക്കെ വീട്ടിലെ ആൾക്കാരില്ലേ ഞാൻ ആലോചിക്കുന്നത്. ഇവനൊന്നും അമ്മയും പെങ്ങളും ഇല്ലേ കർത്താവേ. ചില സമയം എൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ദയവായി ക്ഷമിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഉണ്ടല്ലോ, എനിക്കിതുപോലുള്ള വിഷയങ്ങളിൽ സംസാരിക്കുമ്പം എവിടെ നിന്നൊക്കെയാണ് ദേഷ്യം വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. രണ്ടാമത്തെ കാര്യം, പനി പിടിച്ച് പണ്ടാരടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ വോയിസ് മാറി പണ്ടാരടങ്ങിയിട്ടുണ്ട്. അപ്പം ക്ഷമിക്കുക. ധനശ്രീ ഒരു കണ്ടൻറ് ക്രിയേറ്ററാണ്. ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം ഫോളോവേഴ്സും വ്യൂവർഷിപ്പും ഉള്ളൊരു വ്യക്തി. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുന്നോട്ട് ചെയ്യുമ്പം ചില കാര്യങ്ങൾ നിങ്ങളും കേൾക്കാം, നിങ്ങൾക്കും ദേഷ്യം വരാം. സ്വാഭാവികമായിട്ട് എനിക്ക് ദേഷ്യം വരും. കേട്ട് വരുന്നൊരു സാധനമുണ്ട്. അതായത് പെൺകുട്ടികൾ രാത്രി പുറത്തിറങ്ങി നടക്കരുത്, അത് പെൺകുട്ടികൾക്ക് സേഫ് അല്ല. അതേപോലെ കുറച്ച് എക്സ്പോസ് ചെയ്യുന്ന ഡ്രസ്സുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ആൺകുട്ടികളെ ഭയങ്കര പ്രലോഭിപ്പിക്കാൻ കാരണമാവും. നമ്മളെപ്പോഴും കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ സേഫ്. കുറേ കേട്ടിട്ടുണ്ട്, കുറേ സ്ഥലങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നലെ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ തൃശ്ശൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പൂനെ എക്സ്പ്രസ്സിന് ഞാൻ കയറാൻ വേണ്ടി നിൽക്കായിരുന്നു. അപ്പോൾ പ്ലാറ്റ്ഫോമിലാണ് ഞാൻ കയറാൻ വേണ്ടി നിൽക്കുന്നത്. പൂനെ എക്സ്പ്രസ് അവിടെ വന്നു നിന്നു. എനിക്ക് തൃശ്ശൂരിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ട്രെയിനിൽ കുറേ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. അത്യാവശ്യം അധികം ആൾക്കാർ ജനറൽ കമ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ അത്യാവശ്യം അധികം ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റത്തെ സെക്കൻഡ് ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ കുറെ ആൾക്കാർ ഇറങ്ങുമ്പോൾ പ്ലാറ്റ്ഫോമിൽ അധികം ആൾക്കാരില്ല. വല്ലാതെ ഒരു ഭയങ്കര ജനസംഖ്യയോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ തിക്കിനിറങ്ങി പ്ലാറ്റ്ഫോമിൽ ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് കയറാൻ അത്രയും ആൾക്കാരില്ല. ഒരു ഭീകര ജനത്തിരക്കോ അങ്ങനെയൊന്നും ഇല്ല. കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഈ കുറച്ച് ആൾക്കാർ, പക്ഷെ ഇറങ്ങാൻ കുറെ ആൾക്കാരുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ ഒരു കൈ എൻ്റെ ബാക്കിലേക്ക് ഈ ഒരു പോർഷനിലേക്ക് സൈഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നു കേട്ടോ. അപ്പൊ സൈഡ് ഞാൻ കൈ ഇങ്ങനെ താഴേക്ക് കണ്ട്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കണില്ല. കാരണം സൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ബാക്കിലേക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ വരികയാണ്. അപ്പൊ ഈ കൈ ഇങ്ങനെ സൈഡ് വരുന്നതും ആളെന്റെ ബ്രസ്റ്റിലേക്ക് കയറി പ്രസ് ചെയ്ത് പിടിക്കുന്നതും ഒപ്പായിരുന്നു. അപ്പൊ ആള് സൈഡ് എന്ന് പറയുന്നതും ആള് പെട്ടെന്ന് എന്റെ ബ്രസ്റ്റിലേക്ക് കയറി പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഈ കൈ വെച്ച് ഞാൻ ആളെ പിടിച്ചിട്ട് ഞാൻ കൈ ഇങ്ങനെ തിരിച്ച് ഞാൻ ആളെ ബാക്കിലേക്ക് നിർത്തി. എന്നിട്ട് ഞാൻ നല്ല സൗണ്ട് ഉണ്ടാക്കി. എന്താ തോന്നിയ ദിവസം കാട്ടിയെന്ന് വെച്ചാൽ ഞാൻ നല്ല സൗണ്ട്. ഞാൻ ആ വീഡിയോ ഇപ്പൊ ഞാൻ കാണിക്കാട്ടോ. അപ്പൊ ഞാൻ ഇത്രയും സൗണ്ട് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് നല്ലോണം സൗണ്ട്, റെയിൽവേയിൽ മൊത്തം ഞാൻ സൗണ്ട് ഉണ്ടാക്കിയത്. അപ്പൊ അത്രയും സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ ആൾ ആദ്യം ഒന്നും പറഞ്ഞില്ല. പിന്നെ ആൾക്കാരൊക്കെ കൂടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആള് പറഞ്ഞു ഇല്ല അങ്ങനെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അത് ആള് പിടിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ ചോദിച്ചു, നീ പിടിച്ചില്ലേ എന്ന് ചോദിച്ചു. ഞാൻ നല്ല റേസ് ആയപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നപ്പോഴത്തേക്ക് ആൾ ഇത് കണ്ടപ്പോഴത്തേക്ക് ആളുടെ മുഖം അതിൽ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആൾ ഇത് കണ്ടപ്പോഴത്തേക്ക് ആൾ ഫോൺ ഇങ്ങനെ എന്താ പറയാ ഫോൺ ഇങ്ങനെ തട്ടി മാറ്റിയപ്പോഴത്തേക്ക് വീണ്ടും ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ആളുടെ ഒരു കൈ ഞങ്ങൾ അത്രയും ഇങ്ങനെ പിടിച്ചു വെച്ചു. ആളെ പിന്നെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ആള് ഫോൺ ഇങ്ങനെ തട്ടി മാറ്റിയിട്ട് ആള് സ്പീഡിൽ സ്റ്റേഷന് പുറത്തേക്ക് പോയി. ഒരാള് തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അയാൾക്ക് അവിടെ സ്റ്റേണായി നിൽക്കാമായിരുന്നു. ഞാൻ പിടിച്ചിട്ടില്ല, ഞാൻ ഇങ്ങനെ എന്റെ ഭാഗത്ത് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടില്ല, അയാൾക്ക് അത്രയും ഉറപ്പുണ്ടെങ്കിൽ അയാൾ അവിടെ നിൽക്കണം. അയാൾ ഓടേണ്ട ആവശ്യമില്ലായിരുന്നു. അത് സത്യമാണ്. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പരന്നാറി ആ കൊച്ചിൻ്റെ കൈയും തട്ടി മാറ്റി ഇറങ്ങി ഓടിയത്? ഇതുപോലെയുള്ള പരന്നാറികൾക്ക് കുറച്ചും കൂടി ധൈര്യം കിട്ടാനുള്ള കാരണം എന്താണെന്നറിയോ? ഒന്നാമത്തെ കാര്യം, ഇവിടുത്തെ നിയമം സ്ട്രോങ് അല്ല. എന്ത് പോക്കൃത്തരം കാണിച്ചു കഴിഞ്ഞാലും ഇപ്പം ജയിലിൽ കൊണ്ടിട്ടാൽ പോലും മൂക്കറ്റം തിന്നാൻ അവിടെ ഉണ്ട്. പിന്നെയുള്ള ആകെ അവന്മാർക്ക് പേടി എന്ന് തോന്നാനുള്ള ഒറ്റ കാരണം സോഷ്യൽ മീഡിയയിലെ ഫോട്ടോസ് വരും. പിന്നെ ചില അവന്മാർക്ക് ഈ ഫോട്ടോസ് വന്നാലും കുടുംബം എന്നറിയാലും ഒരു കുഴപ്പമില്ല. അവന്മാർക്ക് ആ സമയത്ത് കിട്ടുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് മതി. അതുകൊണ്ടാണ് ഇവന്മാരൊക്കെ വീണ്ടും ഈ ചട്ടത്തരം ചെയ്യുന്നത്. എന്ന് ഇവിടുത്തെ നിയമം കുറച്ച് സ്ട്രോങ് ആവുന്നു, അന്ന് ചിലപ്പോൾ ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുമായിരിക്കും. അതിൻ്റെ കൂടെ വേറെ ചില കാര്യങ്ങളുണ്ട്. ഈ മെൻസ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതോ ഒരുത്തനെ ജയിലിൽ നിന്ന് മാലയൊക്കെ ഇട്ട് സ്വീകരിച്ചിട്ടില്ലായിരുന്നോ? അതുപോലെ ഇതുപോലെയുള്ള ഞരമ്പന്മാരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ചില
അലവലാദികൾ സപ്പോർട്ട് ചെയ്യാൻ കാണും. അതും വേറൊരു ധൈര്യം. ആള് ഞാനല്ല പിന്നെ ആള് പറയാൻ തുടങ്ങി, ആളുടെ പുരാണ കഥകൾ പറയാൻ തുടങ്ങി. എനിക്ക് എന്റെ ഭാര്യ ഉണ്ട്, എന്റെ കുട്ടിയുണ്ട്, എന്റെ ഭാര്യ മക്കൾ അറിഞ്ഞാൽ ഇത് ഭയങ്കര സഹിക്കൂല, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ആളുടെ പഴംപുരാണ കഥകളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. എടാ, ഭാര്യയും മക്കളും കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാടാ പരന്നാറി നീ ഇമാതിരിയുള്ള ചെറ്റത്തരം കാണിക്കാൻ നിൽക്കുന്നേ? നിനക്ക് ഈ ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കായിരുന്നല്ലോ ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്, കുടുംബമുണ്ട്, തേങ്ങയുണ്ട്, മാങ്ങയുണ്ടെന്നൊക്കെ. അപ്പം നിനക്ക് ആലോചിക്കേണ്ടായിരുന്നോ? ചെയ്ത് കഴിഞ്ഞ് നാട്ടുകാരറിഞ്ഞു, ഇത് ഇപ്പം പോസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ആൾക്കാർ കൂടുതൽ കാണുന്ന പറഞ്ഞപ്പോൾ അവൻ്റെ ഫാമിലിക്കാരുടെ ഭാര്യ, മക്കൾ, കുടുംബം, അച്ഛൻ, അമ്മ, അമ്മമ്മയുടെ കുഞ്ഞമ്മ. എന്നിട്ട് പ്ലീസ് ഇടോ, ഞാനല്ല എന്നിട്ട് ആളിങ്ങനെ പറഞ്ഞു തുടങ്ങി. എന്നിട്ട് അവളോട് പറഞ്ഞു, ചേട്ടൻ എങ്ങനെയാണ് എന്നെ കണ്ടിട്ട് പിടിക്കുക? ഞാൻ അത്ര ഇതായിട്ട് ചോദിച്ചത്, ചേട്ടൻ എങ്ങനെയാണ് എന്നെ കണ്ടിട്ട് പിടിക്കാൻ തോന്നിയത് ചോദിച്ചത്. കാരണം ഞാൻ ഇട്ട ഡ്രസ്സ് എന്താ പറയുക, ഞാൻ ഈ ജേഴ്സി ഇട്ടത്. ഞാൻ ഈ ജേഴ്സി ഇട്ടിച്ചാണ്, അതും സമയം 3:30, വൈകുന്നേരം 3:30, ആ ഒരു നട്ടുച്ച വൈകുന്നേരം സമയമാണ്, സമയം 3:30 ഈ ജേഴ്സി ഇട്ടിച്ചാണ് ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ചില നാറികളുടെ പരിപാടിയുണ്ട്. ഈ സെന്റിമെന്റ്സ് ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെട്ടെങ്കിലെന്ന് വിചാരിച്ചിട്ട് ഭാര്യ, മക്കള്, കുഞ്ഞമ്മയുടെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ആൾക്കാർ വിടും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പണ്ടത്തെ കാലമല്ല മോനെ. ഇതുപോലുള്ള പണിക്കൊക്കെ ഇറങ്ങുമ്പോൾ അത് മുൻകൂട്ടി ആലോചിക്കുന്നത് നന്നായിരിക്കും. ഞാൻ ഭയങ്കര പ്രൗഡാണ്. ആ റെയിൽവേയിൽ എന്റെ ഒരാളുടെ സൗണ്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആ റെയിൽവേയിൽ. കാരണം ഒരു പക്ഷെ ഞാൻ ഒന്നും സംസാരിക്കാണ്ട് ഞാൻ അവിടുന്ന് അയാൾ എന്നെ പിടിച്ചു എന്നുള്ള ഒരു സാധനം കൊണ്ട് ഞാൻ ആ കുറ്റബോധത്തിൽ ഞാൻ ആ ട്രെയിനിൽ കയറി തൃശ്ശൂരിലേക്ക് എത്തിയിരുന്നു. എനിക്ക് ചിലപ്പോൾ ഉറങ്ങാൻ പോലും പറ്റില്ല. ഞാൻ ചിലപ്പോൾ ഉറങ്ങൂലായിരുന്നു. അത് എനിക്കതൊരു ട്രോമയാണ്. പക്ഷെ ലൈഫ് ലോങ് എനിക്കതൊരു വലിയൊരു ട്രോമയിലേക്ക് ഞാൻ ചിലപ്പോൾ നീങ്ങി പോവായിരുന്നു. എന്റെ സൗണ്ട് റേസ് ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഞാൻ ആക്ച്വലി ഭയങ്കര പ്രൗഡാണ്. കാരണം അറ്റ്ലീസ്റ്റ് എനിക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റിയിരുന്നു. ഇപ്പോഴും ചില ആൾക്കാർക്ക് ഉണ്ടല്ലോ എങ്ങനെ പ്രതികരിക്കണം എന്നറിയത്തില്ല. അത് ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും പ്രതികരിക്കേണ്ട എങ്ങനെയാണെന്ന് അറിയത്തില്ല. പട്ടാപ്പകൽ ഇത്രയും ഒരു പ്രശ്നം നടന്നിട്ട് ആ പെങ്കൊച്ച് അവിടെ വോയിസ് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അവൾ അവിടെ കാണിച്ച ധൈര്യത്തിന് ബിഗ് സാല്യൂട്ട്. ഫേസ് റിവീൽ ചെയ്യുക അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കട്ടോ. നിങ്ങളെ വീട്ടിലെ ഒരാള്, ഒരു അച്ഛനോ ചേട്ടനോ ആരെങ്കിലും ഒരാള് ഒരു പെണ്ണിനെ കയറി പിടിച്ചതിന് ശേഷം ആ വീഡിയോ നിങ്ങൾ കാണുകയാണ്. ആ വീഡിയോ വൈറലായി, ആ വീഡിയോ നിങ്ങൾ കാണുകയാണ്. കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ നാട്ടിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരിക. എന്താ ചെയ്യാ? നമ്മളിപ്പം ആവേശത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും പിന്നെ അത് ഭയങ്കര എക്സ്ട്രീം വേറെ കുറെ പ്രശ്നങ്ങൾക്ക് കാരണം ഉണ്ടാവും. നിങ്ങൾ വെറുതെ ചിന്തിച്ചു നോക്ക്, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും, നിങ്ങളുടെ സ്വന്തം അച്ഛനോ ഏട്ടനോ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ കയറി പിടിച്ചതിന് ശേഷം നിങ്ങൾ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥ. ഈ കൊച്ചിൻ്റെ അടുത്ത് ഇത്രയും വൃത്തികേട് കാണിച്ചിട്ട് ആ കൊച്ചിൻ്റെ അതായത് അവൻ്റെ ഫാമിലി ആലോചിച്ചിട്ട് ആളുടെ ഫോട്ടോസ് ഒന്നും പുറത്ത് വിട്ടിട്ടില്ല. അത് ആ കൊച്ചിൻ്റെ മര്യാദ. ഞാൻ നിങ്ങളോട് പറയാത്തൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അതായത് ടിക്കറ്റ് പരിശോധിച്ചിരുന്നു. ടിക്കറ്റ് പരിശോധിച്ചപ്പോൾ എൻ്റെ കയ്യിലുള്ള ടിക്കറ്റ് എന്ന് പറയുന്നത് തൃശ്ശൂരിലേക്കുള്ള ടിക്കറ്റും ആളുടെ കയ്യിലുള്ള ടിക്കറ്റ് എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തേക്ക് പോകാനുള്ള ടിക്കറ്റ് ആയിരുന്നു. അപ്പോൾ ആ ട്രെയിൻ ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന ട്രെയിൻ അല്ലായിരുന്നു. അപ്പോൾ ആൾ പോലീസുകാരെ ചോദിച്ചു, നിന്റെ കയ്യിലുള്ള ട്രിവാൻഡ്രത്തെ അതായത് അങ്ങോട്ടുള്ള ടിക്കറ്റാണ്, പക്ഷേ ഇത് ഇവിടെ വന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു, എൻ്റെ ബാഗ് മിസ്സായി, എൻ്റെ ബാഗ് ട്രെയിനിൽ മിസ്സായി. ട്രെയിൻ ഏതോ, ഇത് ഏതോ, പക്ഷെ ആളുടെ ബാഗ് ഇതില്. കുഴപ്പമില്ല, ബാഗ് മിസ്സായതല്ലേ. അപ്പൊ അങ്ങനെ പിന്നെ കേസിനെ പറ്റി എന്തായി ചോദിക്കുന്നുണ്ട്. ആളുടെ പേര് സജീവൻ എന്നാണ്. ആൾക്ക് 30 വയസ്സാണ്. ആള് FIR ഫയൽ ചെയ്തു, ആളെ അറസ്റ്റ് ചെയ്തു. ഇപ്പം റിമാൻഡിലാകാനാണ് സാധ്യത നല്ല. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 14 ദിവസം റിമാൻഡിലാണല്ലോ. അപ്പം ആശാന്റെ സ്ഥിരം പരിപാടിയാണ് ഇത്. ഏതെങ്കിലുമൊക്കെ ട്രെയിനിന്റെ ടിക്കറ്റ് എടുക്കുക, എന്നിട്ട് വേറെ ഏതെങ്കിലുമൊക്കെ ട്രെയിനിൽ പോകുന്ന പെൺപിള്ളേരെ കയറി പിടിക്കുക. വാരന്നാറി ചെറ്റാടാ, നീ നിന്റെ വീട്ടിലിരിക്കണം, നിന്റെ പെങ്ങളാണെങ്കിൽ നീ പണി എടുക്കുവാടാ പുല്ലേ. ഒരാൾ ഈ ഒരു ഇൻസിഡന്റ് ഇട്ടിട്ട് അതിന്റെ കമന്റ്സ് മൊത്തം എനിക്ക് അമ്മ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കേട്ടോ. അതിൽ കമന്റ്സ് ഭൂരിഭാഗം എങ്ങനെയാ, ഇവളിങ്ങനെ വീഡിയോ എടുത്ത് ഇവള് പിടിക്കാൻ നിൽക്കുന്ന ഒരാൾ ഇവളിങ്ങനെ വീഡിയോ എടുക്കാൻ ഇവർക്ക് എങ്ങനെ പറ്റിയത്, ലൈക്ക് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് ആ ടൈമിൽ തിരക്കിനടക്കം എങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റി, അത്രയും അങ്ങനെ ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ എങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റി, ഈ സാധനം. ആള് പിടിക്കാൻ വരുമ്പോൾ ഞാൻ ഈ പിടിക്ക് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, ഈ വന്ന് പിടിക്ക്, എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാം. ഇതല്ല ഉണ്ടാവണ്. ആള് പിടിച്ച് കഴിഞ്ഞ് നെക്സ്റ്റ് മൊമെന്റ് ഞാൻ ആളെ കയ്യിൽ പിടിച്ച് ഞാൻ കുറേ നേരം ഷൗട്ട് ഷൗട്ട് ചെയ്ത് ഒരു പോയിന്റിൽ ഒരു മൊമെന്റ് എത്തിയപ്പോഴാണ് എനിക്കൊരു സാധനം ഓർമ്മ വന്നത്, ആളുടെ മുഖം വീഡിയോ എടുക്കണം എന്നുള്ളത്. അപ്പോഴാണ് ഞാൻ ആളെ ഒരു കൈ കൊണ്ട് പിടിച്ച് മറ്റേ കൊണ്ട് വേഗം പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് ഞാൻ ആളുടെ ആ മുഖം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്തത്. ഞാൻ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഉണ്ടായി, പെൺകുട്ടി എന്നല്ല ഒരു ആൺകുട്ടിക്കും ആയിക്കോട്ടെ, ഇങ്ങനൊരു സാധനം ഉണ്ടായിട്ട് അവിടെ മെയിൻ ആയിട്ട് ഇഷ്യൂ വരുന്നത് വീഡിയോ എടുത്തു എന്നുള്ളതാണ്. അത് വേറെ കുറെ കമന്റ്സ് ഉണ്ട്. എനിക്കിതൊരു കണ്ടന്റ് ആയിട്ട് കുറച്ച് നാളിത് ലൈക്ക് കണ്ടന്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത്. ബ്രോ, എനിക്ക് കണ്ടന്റിന് ക്ഷാമില്ല, അത്രയും ക്ഷാമുള്ള ഒരാളല്ല ഞാൻ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് കണ്ടന്റ് ക്ഷാമമായിട്ട് ഞാനൊരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇങ്ങനെ സംസാരിക്കുന്ന കുറേ വാഴകളുണ്ട്. അതായത് ഒരു പെങ്കൊച്ചിന് ദുരനുഭവം ഉണ്ടായി, അവളത് വീഡിയോ എടുത്ത് കഴിയുമ്പോൾ നീ ഇങ്ങനെ വീഡിയോ എടുത്തു,
അതാണ് അവർക്ക് അറിയേണ്ടത്. എങ്ങനെ വീഡിയോ എടുത്തു, ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിൽ എങ്ങനെ വീഡിയോ എടുത്തു? എടാ, നീ നിൻ്റെ വീട്ടിലെ പെങ്ങള് അല്ലെങ്കിൽ നിൻ്റെ ഭാര്യ അല്ലെങ്കിൽ നിൻ്റെ അമ്മ ഈ ഒരു സാഹചര്യത്തിൽ വീഡിയോ എടുത്തു കഴിയുമ്പോൾ നീ ഇതുപോലെ ചോദിക്കുമോ, നിങ്ങളെങ്ങനെ വീഡിയോ എടുത്തു? ഉളുപ്പില്ലാത്ത ബോധമില്ലാത്ത കുറേ എണ്ണങ്ങൾ. അവർക്ക് അറിയേണ്ടത് എങ്ങനെ വീഡിയോ എടുത്തു. പിന്നെ ഇത് കോണ്ടൻറ്റ്. പിന്നെയുള്ള ഡയലോഗാണ്, സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആക്റ്റീവായിട്ടുള്ള ഒരാളാണെങ്കിൽ അവളൊരു കോണ്ടൻറ്റ് ഉണ്ടാക്കി, അത്രേ ഉള്ളൂ. ഇതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. അതിനു വേണ്ടി അവൾ നടത്തിയൊരു നാടകം, അത്രേ ഉള്ളൂ എന്ന ആൾക്കാരുടെ വിചാരം. കഷ്ടം എന്ന് പറയാൻ കഷ്ടം, അത്രേ ഉള്ളൂ. ശരിയെന്നാ.